നമസ്കാരം. STV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. മലമ്പുഴ ഡാം തുറന്നു. ഡാമിലെ 4 ഷട്ടറുകൾ 3 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. നടപടി റൂൾ കർവ് അനുസരിച്ച് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി. മുക്കൈ, കൽപ്പാത്തി, ഭാരതപ്പുഴ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം. തൃശൂർ ജില്ലയിലെ പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവന്ന പ്രതി അറസ്റ്റിൽ. പിടിയിലായത് പുതുക്കാട് സ്വദേശി 40 വയസ്സുള്ള വിനോദ്. പ്രതിക്കെതിരെ തൃശൂർ, എറണാകുളം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലായുള്ളത് 10ലധികം കേസുകൾ. തൃശൂർ അമ്പല്ലൂർ ഭുവനേശ്വരി നമ്പൂരിയച്ചൻ ക്ഷേത്രത്തിൽ മോഷണം. 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഭാരവാഹികൾ. ആനപ്പേടിയിലമർന്ന് വടക്കാഞ്ചേരി, അകമല, പട്ടാണിക്കാട് പ്രദേശവാസികളെ പരിഭ്രാന്തിയിലാഴ്ത്തി മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. നാടിനെ വിറപ്പിച്ച കൊമ്പനെ കാടുകയറ്റിയത് നാട്ടുകാരുടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ. വാർത്തകൾ വിശദമായി. മലമ്പുഴ ഡാമിലെ 4 ഷട്ടറുകൾ തുറന്നു. ഡാമിലെ ജലനിരപ്പ് 112.99 മീറ്ററായി ഉയർന്നതോടെയാണ് ഷട്ടറുകൾ 3 സെന്റിമീറ്റർ വീതം തുറന്നത്. ചെറിയ തോതിലാണ് വെള്ളം തുറന്നുവിടുന്നതെങ്കിലും മുക്കൈ, കൽപ്പാത്തി, ഭാരതപ്പുഴ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. റൂൾ കർവ് അനുസരിച്ചുള്ള പരമാവധി ജലനിരപ്പെത്തിയതോടെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ ചെറിയ തോതിൽ തുറന്നത്. മലമ്പുഴ അണക്കെട്ടിന്റെ നിലവിലെ റൂൾ കർവ് അനുസരിച്ചുള്ള ജലനിരപ്പ് 112.99 മീറ്ററും സംഭരണശേഷി 175.9718 mm. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി തുറന്നുവിടേണ്ട വെള്ളത്തിന്റെ ഒരു ഭാഗം KSEBയുടെ പവർ ജനറേഷന് വൈദ്യുതി ഉൽപാദനത്തിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. തുറന്നുവിടുന്ന വെള്ളം പൂർണ്ണമായും പുഴയിലേക്കാണ് ഒഴുക്കുന്നത്. മഴ പെയ്യാതിരിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഈ മാസം 11 തന്നെ ഷട്ടറുകൾ താഴ്ത്തും. പ്രളയ സാഹചര്യം ഒഴിവാക്കാനാണ് റൂൾ കർവ് തയ്യാറാക്കി ഡാം തുറന്നുവിട്ടത്. കുടിവെള്ളത്തിന് മലമ്പുഴ ഡാമിനെ ആശ്രയിച്ച് കൃഷി നടത്തുന്ന 20,000 ഹെക്ടർ കൃഷിക്കും വെള്ളം കരുതി വയ്ക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ ജില്ലയിലെ പൂട്ടിക്കിടക്കുന്ന വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിവന്ന പ്രതി പിടിയിൽ. പുതുക്കാട് സ്വദേശി 40 വയസ്സുള്ള വിനോദാണ് അറസ്റ്റിലായത്. ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷ്, കാട്ടൂർ ഇൻസ്പെക്ടർ ER ബൈജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ജൂലൈ 23-ാം തീയതി പടിയൂർ പഞ്ചായത്തിന് സമീപമുള്ള വീടിന്റെ മുൻവാതിൽ കുത്തിത്തുറന്ന് മോഷണം നടത്തിയതും അരിപ്പാലത്ത് മറ്റൊരു വീട് കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലും നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ അറസ്റ്റിലായത്. ചൊവ്വാഴ്ച രാത്രി കൊടുങ്ങല്ലൂരിൽ നിന്നാണ് പ്രതിയെ സാഹസികമായി കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ സുഹൃത്തിനെ കാണാൻ എത്തിയപ്പോഴാണ് പോലീസിന്റെ കയ്യിലകപ്പെട്ടത്. കാട്ടൂർ 3ഉം ഇരിഞ്ഞാലക്കുട 4ഉം കൊടുങ്ങല്ലൂർ 2ഉം മതിലകം, പറവൂർ, ചേർപ്പ് ഭാഗങ്ങളിൽ ഓരോ കേസുകളുമാണ് ഇയാളുടെ അറസ്റ്റോടെ തെളിഞ്ഞത്. കാട്ടൂർ ഇൻസ്പെക്ടർ ER ബൈജു, ക്രൈം ടീം അംഗങ്ങളായ സീനിയർ CPO CG ധനേഷ്, ES ജീവൻ, CPO KS ഉമേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ അമ്പല്ലൂർ ഭുവനേശ്വരി നമ്പൂരിയച്ചൻ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിലും നാഗരാജാവിന്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിലുമുണ്ടായിരുന്ന ഭണ്ഡാരങ്ങൾ തകർത്താണ് മോഷണം നടത്തിയിരിക്കുന്നത്. ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. 3 മാസത്തെ ഭണ്ഡാരപ്പിരിവ് എടുത്തിട്ടില്ലെന്നും ഏകദേശം 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. രാത്രി 10 മണിക്ക് ശേഷം 10 മണി വരെ ആൾക്കാരുണ്ടായിരുന്നു. 10 മണിക്ക് ശേഷം നടന്നത്. ഒരു 10,000 വരെ അടുത്ത് നമ്മുടെ അമ്പലത്തിൽ നിന്ന് പോയി ഉണ്ടായിരിക്കും. കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് വന്നിട്ടാണ് അന്വേഷണം നടക്കുന്നുണ്ട്. എന്താ അറിയില്ല. ഈ ഭാഗത്ത് ഇങ്ങനെ കുറെ ഗ്രാമീണ വീട്ടിലൂടെ വിളയാട്ടം തുടങ്ങിയിട്ട് കുറച്ചുള്ള ആളായി. തൃശൂർ അകമല പട്ടാണിക്കാട് പ്രദേശത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി. പൂക്കുന്നത്തെ വീട്ടിൽ ബാബുവിന്റെ പുരയിടത്തിലും കൃഷിസ്ഥലത്തുമാണ് ഒറ്റയാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. ആനയെയും മറ്റ് വന്യജീവികളെയും പ്രതിരോധിക്കാൻ തീർത്ത വേലിയും കാട്ടാന തകർത്തു. ഇടയ്ക്കിടെയുള്ള കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് അകമല നിവാസികൾ. പറമ്പിലെ പനയും മറ്റും കുത്തിമറിച്ച കാട്ടാനയെ വാച്ചർമാരും നാട്ടുകാരും ചേർന്ന് പടക്കം പൊട്ടിച്ചും പാട്ടകുട്ടിയും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കാട് കയറ്റി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന വടക്കാഞ്ചേരി നഗരസഭയിലെ അകമല മാരാത്തുകുന്നിൽ ദുരന്ത നിവാരണ അതോറിറ്റി വിദഗ്ധർ പരിശോധന നടത്തി. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ ഹസാർഡ് ആൻഡ് റിസ്ക് അനലിസ്റ്റ് GS പ്രദീപ്, സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ H വിജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശം സന്ദർശിച്ച് വിശദ പഠനം നടത്തി.
ഇതിന്റെ അടിസ്ഥാനത്തിൽ അപകടാവസ്ഥയിലുള്ള 2 കുടുംബങ്ങൾ ഒഴികെ ബാക്കിയുള്ളവർക്ക് വസതിയിലേക്ക് തിരിച്ചു പോകാമെന്നും അതേസമയം 3 ദിവസത്തിനുള്ളിൽ 20 മുതൽ 25 സെന്റിമീറ്റർ വരെ മഴയുണ്ടായാൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണമെന്നും നിർദ്ദേശിച്ചു. 2 കുടുംബങ്ങളുടെ പുനരധിവാസത്തിനുള്ള നടപടിക്രമങ്ങൾ ഉടനെ സ്വീകരിക്കും. ഇവർക്ക് വാടക വീടെടുത്ത് മാറി താമസിക്കുന്നതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിനാൽ മുനിസിപ്പാലിറ്റിയുടെ തനത് ഫണ്ടിൽ നിന്നും വാടക തുക ചിലവഴിക്കുന്നതിന് അനുമതി നൽകാൻ തീരുമാനിച്ചു. മണ്ണിടിഞ്ഞു വീണ വസ്തുവിന് മുകളിലുള്ള ഉപയോഗശൂന്യമായ 2 കിണറുകൾ മൂടാനുള്ള നടപടി കൈക്കൊള്ളും. പ്രദേശത്ത് 2 കോൺക്രീറ്റ് റോഡുകളുടെ വശങ്ങളിൽ വെള്ളമൊഴുകി താഴേക്ക് എത്തുന്നതിന് ഓടകൾ നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രദേശം സുസ്ഥിരമാക്കുന്നതിനു വേണ്ടി ലഘു നീർത്തടാധിഷ്ഠിത പദ്ധതികൾ നടപ്പിലാക്കാനും അതിനായി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി അനുയോജ്യമായ ഏജൻസികളുടെ സഹായത്തോടെ DPR തയ്യാറാക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിക്കുന്ന മുറയ്ക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഫണ്ടിൽ നിന്നും തുക ലഭ്യമാക്കുന്നതിനായി സർക്കാരിലേക്ക് സമർപ്പിക്കാനും തീരുമാനിച്ചു. പരിശോധനയിലും തുടർന്ന് കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വാർഡ് കൗൺസിലർ ബുഷ്ര റഷീദ്, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, ഹസാർഡ് അനലിസ്റ്റ്, DM പ്ലാൻ കോർഡിനേറ്റർ, മണ്ണ് സംരക്ഷണ ഓഫീസർ, ഹൈഡ്രോളജിസ്റ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കർശന നടപടികളും ക്രമീകരണങ്ങളുമായി പട്ടാമ്പി പോലീസ്. അനധികൃത പാർക്കിംഗും കച്ചവടങ്ങൾക്കുമെതിരെ പിഴയടക്കമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. പട്ടാമ്പി നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനും ജനങ്ങൾക്ക് മികച്ച യാത്രാ സൗകര്യം ഒരുക്കാനുമുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ കർശന നടപടികൾ ആരംഭിച്ചത്. നഗരത്തിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു തുടങ്ങി. ഇതോടൊപ്പം പാതയോരത്ത് ഗതാഗതക്കുരുക്കുണ്ടാകുന്ന തരത്തിലും അനുവാദമില്ലാത്ത സ്ഥലങ്ങളിലും നടത്തുന്ന കച്ചവടങ്ങൾക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് പട്ടാമ്പി പോലീസ് സബ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ പറഞ്ഞു. നിലവിൽ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ ആധിക്യം ഒരു വലിയ ട്രാഫിക് പ്രശ്നങ്ങൾക്ക് കാരണമാറുണ്ട്. ട്രാഫിക് പ്രശ്നങ്ങളും അത് പരിഹരിക്കുന്നതിനായിട്ട് പട്ടാമ്പി പോലീസ് ചില നടപടികളെടുത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒബ്സ്ട്രക്റ്റീവായിട്ടുള്ള പാർക്കിംഗ്, റോഡ് സൈഡിൽ അനധികൃതമായി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ, അനധികൃതമായിട്ടുള്ള കച്ചവടങ്ങൾ, അതുപോലെ തന്നെ അനധികൃതമായിട്ടുള്ള സ്ഥാപനങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തോടുകൂടി മുനിസിപ്പാലിറ്റിയുടെയൊക്കെ സഹകരണത്തോടുകൂടി തന്നെ മാറ്റിക്കൊണ്ടും ജനങ്ങളുടെ സുഗമമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് വാഹന ഗതാഗതത്തിന് സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയാണ് പട്ടാമ്പി പോലീസ് ഇത്തരത്തിലുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഓണം അടുത്തു വരുന്ന സാഹചര്യത്തിൽ പട്ടാമ്പി നഗരത്തിലെ തിരക്കും വർദ്ധിക്കും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനും ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനും വേണ്ട സൗകര്യങ്ങൾ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുമായി ചേർന്ന് നടപ്പാക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ മുതലാളിത്തത്തിന്റെ കാൽക്കീഴിൽ വയ്ക്കുന്ന നിശബ്ദവും മാരകവുമായ വിഷമാണ് കേന്ദ്ര ബജറ്റെന്ന് CPM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ. CITU പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ബഡ്ജറ്റ് പ്രഭാഷണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബജറ്റിൽ നിഴലിച്ചു നിൽക്കുന്നത് NDAയുടെ അധികാര തുടർച്ചാമോഹമാണെന്നും KT കുഞ്ഞിക്കണ്ണൻ ചൂണ്ടിക്കാട്ടി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്ത ബജറ്റ് കേരളത്തിലേക്ക് എത്തിനോക്കുക പോലും ചെയ്തില്ല. കേരളം ആവശ്യപ്പെട്ട പദ്ധതികൾ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, മുമ്പ് വാഗ്ദാനം ചെയ്ത പദ്ധതികൾ തത്വത്തിൽ ഇല്ലാതാക്കി. കേരളത്തിന്റെ വളർച്ച എങ്ങനെയൊക്കെ തടയാമെന്ന ഗവേഷണവും നടപടികളും വേണ്ട വിധത്തിൽ ബജറ്റിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കേരളത്തിന് കേന്ദ്രം നൽകേണ്ട വിഹിതത്തെക്കുറിച്ച് നിശബ്ദമായ ബജറ്റ് കേന്ദ്രവിഹിതം വരും നാളുകളിൽ കുറയുമെന്ന സൂചനയാണ് നൽകുന്നത്. കേരളത്തിന്റെ ജനകീയ മുഖമായ സഹകരണ സ്ഥാപനങ്ങളെ എങ്ങനെയും തകർക്കുമെന്ന സൂചനയും ബജറ്റിലുണ്ട്. കേരളത്തിന്റെ എല്ലാ മേഖലയെയും അവഗണിച്ച ബജറ്റ് ഇടതു പുരോഗമന ട്രേഡ് യൂണിയൻ സംസ്കാരത്തെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിന്റെ കൂടി ഭാഗമാണെന്നും KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. ജാതിക്കും മതത്തിനും വംശത്തിനും പ്രദേശത്തിനും ഭാഷയ്ക്കൊക്കെ അതീതമായ മനുഷ്യന്റെ ഉദ്ബുദ്ധമായ ഒരു ഉദ്ഘാടനം, അതാണ് ലിബറലിസം. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് മുതലാളിത്ത പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്ന ലിബറലിസം നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അതിന് സ്വാതന്ത്ര്യം എന്നൊക്കെ പറയും. ലിബറലിസം വിപണിയിൽ ആരും ഇടപെടാൻ പാടില്ല. അതാണ് ആഡം സ്മിത്ത് പറഞ്ഞത്. കാരണം ആ കാലത്ത് ആഡം സ്മിത്തിന്റെ ഈ 18ാം നൂറ്റാണ്ടിൽ അദ്ദേഹം വെൽത്ത് ഓഫ് നേഷൻ എഴുതുന്ന കാലത്ത് ലോകത്താകെ, പ്രത്യേകിച്ച് യൂറോപ്പിലാകെ, അന്നത്തെ ലോകം യൂറോപ്പാണ്, മാർക്സിന്റെ പഠനം വായിച്ചാൽ യൂറോപ്പാണ് പ്രധാനം, യൂറോപ്പ് ആകെ അടക്കി ഭരിച്ചിരുന്നത് പൗരോഹിത്യാധിഷ്ഠിത ഫ്യൂഡൽ രാജാക്കന്മാരായിരുന്നു. CITU ജില്ലാ പ്രസിഡന്റ് PK ശശി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M ഹംസ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ V സരള, SB രാജു, TK നൌഷാദ്, TK അച്യുതൻ, L ഇന്ദിര, KK ദിവാകരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
വയനാട്ടിലെ ദുരന്തബാധിതർക്ക് സഹായഹസ്തവുമായി തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ CDS പ്രവർത്തകർ. പഞ്ചായത്തിൽ കുടുംബശ്രീ CDS വിഭാഗത്തിന്റെ ചുമതലയിൽ പ്രവർത്തനം ആരംഭിച്ച വനിതാ ക്യാൻറ്റീനിൽ ആദ്യ ദിവസം ലഭിച്ച വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. അന്നേ ദിവസം ക്യാൻറ്റീനിൽ ലഭിച്ച വരുമാനവും ജോലിക്കാരുടെ ദിവസവേതനവും അടക്കമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നത്. സ്കൂളുകളിലെ അറബിക് പഠനത്തിന്റെ മികവ് വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ട് പറളി ഉപജില്ലാ അക്കാദമിക് കോംപ്ലക്സ് സംഘടിപ്പിച്ചു. പറളി BRCയിൽ സംഘടിപ്പിച്ച പരിപാടി പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുമായി യോജിച്ച് കഴിയുന്നവരാണ് അധ്യാപകർ എന്ന കാര്യത്തിൽ തർക്കമില്ല. രാവിലെ 10 മണി മുതൽ 4 മണി വരെ കുട്ടികൾ അവർക്കാണ് കിട്ടുക. രക്ഷിതാക്കൾക്ക് വളരെ ചുരുങ്ങിയ സമയമാണ്. രാവിലെ സ്കൂൾ കാലത്ത് വരുമ്പോഴും ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ വരുമ്പോഴാണ് കിട്ടുക. അത് തന്നെ അവർ കളിക്കാനും അവരുടെ വിവിധങ്ങളായ എൻ്റർടൈൻമെൻറ്റിനൊക്കെ തന്നെ അവർ പോകുമ്പോൾ വളരെ ചുരുങ്ങിയ സമയമാണ് രക്ഷിതാക്കൾ കിട്ടുക. അപ്പോൾ കുട്ടികളുടെ അവരുടെ എന്താ പറയുക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ, അവരെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കാൻ. ചടങ്ങിൽ അബൂബക്കർ അരിയൂർ അധ്യക്ഷനായി. സംസ്ഥാന അധ്യാപക മത്സരത്തിൽ വിജയിച്ച സബ് ജില്ലയിലെ അധ്യാപകരെയും വയനാട് ദുരിതാശ്വാസ മേഖലയിൽ സജീവമായി പ്രവർത്തിച്ച നൌഷാദ് ആലവിയെയും ആദരിച്ചു. AEO ബിന്ദു ടീച്ചർ, BPO അജിത്, അബ്ദുൽ ഹക്കീം, അബ്ദുൾ റബ്, അബ്ദുൽ കബീർ, അബ്ദുൾ റിയാസ്, അബ്ദുൾ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മാങ്കുറിശ്ശി UP സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ ആയോധന കളരി ക്ലാസിന് തുടക്കമായി. മങ്കര പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ K. വിജയൻ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ നന്നായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ, നല്ല മാനസികമായ അവസ്ഥയുണ്ടാകും. എന്നും അസുഖങ്ങളും ശാരീരികമായ അസുഖങ്ങളും ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ഏകാഗ്രത ഉണ്ടാവില്ല, ഒരിക്കലും ഒരു കാര്യം നന്നായിട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യമായിട്ട് തന്നെ ശാരീരികമായ ഒരു ഫിറ്റ്നസ് ഉണ്ടാക്കുന്നത് ചെറിയ പ്രായത്തിൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. യാതൊരു സംശയമില്ല. അത്തരത്തിൽ ശാരീരികമായ ഫിറ്റ്നസ് ഉണ്ടാകുന്നതോടൊപ്പം നമുക്കുണ്ടാകുന്ന ഏകാഗ്രതയും അതുപോലുള്ള മാനസികമായിട്ടുള്ള എല്ലാതരത്തിലുള്ള ഫിറ്റ്നസും ഉണ്ടാകും. പാലക്കാട് CVN കളരിയിലെ മുരളീധരൻ ഗുരുക്കളുടെ നേതൃത്വത്തിലാണ് ആയോധന കളരി ക്ലാസ് നടക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് കളരി അഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗുരുക്കൾ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു നൽകി. ചടങ്ങിൽ സ്കൂൾ മാനേജർ VR വിജയകുമാർ അധ്യക്ഷനായി. ഹെഡ് മാസ്റ്റർ MD പ്രകാശൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മങ്കര സ്റ്റേഷൻ ASI ഉഷ, അധ്യാപകരായ രാജീവ് മാസ്റ്റർ, സജി ടീച്ചർ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. മുരളീധരൻ ഗുരുക്കൾ, ഹേമന്ത് മാസ്റ്റർ എന്നിവരാണ് കളരി അധ്യയനം നയിക്കുന്നത്. കളരി പഠിച്ച കുട്ടികളുടെ പരിശീലന കാഴ്ചയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വന്തം വാസസ്ഥലം നഷ്ടപ്പെട്ട 3ഓളം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനായി തന്റെ സ്ഥലം വിട്ടു നൽകാൻ സന്നദ്ധത അറിയിച്ച് ചേലക്കര സ്വദേശി ജോസഫ്. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പുലാക്കോട് സ്വദേശിയായ ജോസഫ് തന്റെ അധീനതയിലുള്ള 15 സെന്റോളം സ്ഥലമാണ് ദുരന്തത്തെ തുടർന്ന് വാസസ്ഥലം നഷ്ടപ്പെട്ടവർക്കായി നൽകാൻ സന്നദ്ധത അറിയിച്ചത്. ദുരന്തഭൂമിയിൽ സ്വന്തം പാർപ്പിടം പോലും നഷ്ടപ്പെട്ട് അതിജീവനത്തിനായി പോരാടുന്നവരെ താൻ ജീവിക്കുന്ന ഗ്രാമഭംഗിയുള്ള ചുറ്റുപാടിലേക്ക് ക്ഷണിക്കുക കൂടിയാണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി കൂടിയായ ജോസഫ്. ഇത് ഞാൻ TV-യിൽ കണ്ട് വളരെ അധികം വിഷമിച്ചു. പക്ഷേ അവരുടെ ആ അവസ്ഥയ്ക്ക് നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു എളിയ സംഭാവന അത് 3 കൂട്ടർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം വേറൊന്നുമല്ല. ഇത് ഒറ്റപ്പെട്ടവർ വരരുത്. അവർ ഒരു ഏരിയയിൽ നിന്ന് 3 കൂട്ടർ വരികയാണെങ്കിൽ അവർക്കൊരു ഒന്നിച്ച് നിൽക്കാൻ, അവർക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഇതുണ്ടല്ലോ. നമ്മളിവിടെ ഒരാൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് നമ്മളുമായിട്ട് വലിയ ബന്ധമില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് അവർക്ക് ഒന്നിച്ച് നിൽക്കാനൊരു ഇത്. പക്ഷേ ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിയിലൊരു ചെറിയ ബുദ്ധിമുട്ടേ ഉള്ളൂ. വെള്ളമുണ്ട്, കറണ്ടുണ്ട്. വഴിയൊരു 200 മീറ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് ക്ലിയറായി. പ്രധാന വാർത്തകൾ വീണ്ടും. മലമ്പുഴ ഡാം തുറന്നു. ഡാമിലെ 4 ഷട്ടറുകൾ 3 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. നടപടി റൂൾ കർവ് അനുസരിച്ച് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി. മുക്കൈ, കൽപ്പാത്തി, ഭാരതപ്പുഴ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം. തൃശൂർ ജില്ലയിലെ പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവന്ന പ്രതി അറസ്റ്റിൽ. പിടിയിലായത് പുതുക്കാട് സ്വദേശി 40 വയസ്സുള്ള വിനോദ്. പ്രതിക്കെതിരെ തൃശൂർ, എറണാകുളം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലായുള്ളത് 10-ലധികം കേസുകൾ. തൃശൂർ അമ്പല്ലൂർ ഭുവനേശ്വരി നമ്പൂരിയച്ചൻ ക്ഷേത്രത്തിൽ മോഷണം. 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഭാരവാഹികൾ. ആനപ്പേടിയിലമർന്ന് വടക്കാഞ്ചേരി അകമല പട്ടാണിക്കാട് പ്രദേശം. പ്രദേശവാസികളെ പരിഭ്രാന്തിയിലാഴ്ത്തി മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. നാടിനെ വിറപ്പിച്ച കൊമ്പനെ കാടുകയറ്റിയത് നാട്ടുകാരുടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.